ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ മൂകാംബികയിൽ നിന്നൊക്കെ തൊഴുതിറങ്ങി നേരെ കുടജാദ്രിയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ 12 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനു മുന്നേ തന്നെ റൂം വെക്കേറ്റ് ചെയ്തു. ഹോട്ടലിന് മുൻപിൽ വണ്ടി ഇടാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തന്നെ ജീപ്പിനാണ് നമ്മൾ കുടജാദ്രിയിലേക്ക് പോകുന്നത്. ഒരു ജീപ്പിൽ ഒരു മിനിമം ഒരു 8 പേരെങ്കിലും ഉണ്ടെങ്കിലാണ് അവർ വണ്ടി എടുക്കുന്നത്. അതുപോലെ ഒരാൾക്ക് 400 രൂപയാണ് ഫീ. അതിൻ്റെ കൂടെ നമ്മുടെ പാസ് 70 രൂപ പാസും കൂടെ ഉണ്ട് മുകളിലേക്ക് കയറാനായിട്ട്. അപ്പം 470 രൂപയാണ് നമുക്ക് ഫോറസ്റ്റിൻ്റെ പാസും കൂടെ കൂട്ടിയിട്ടുള്ള ഒരാളുടെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയാണ് കുടജാദ്രിയിലേക്ക് ഈ ജീപ്പിലുണ്ടായിരുന്നത്. മൂകാംബികയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കുടജാദ്രിയിലേക്ക്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു 6.5 കിലോമീറ്ററോളം ഉണ്ട് കുടജാദ്രിക്ക്. ചെക്ക് പോസ്റ്റിന് ശേഷമുള്ള വഴി എന്ന് പറയുന്നത് ഓഫ് റോഡാണ് കേട്ടോ ജീപ്പ് പോകുന്നത്. കാരണം ഇടുങ്ങിയ വഴിയാണ്, അതുപോലെ നമ്മൾ ഇതുവരെ പോയിട്ടില്ലാത്ത വഴിയാണ്. ചുറ്റും മരങ്ങളും അതുപോലെ എന്താ പറയുന്നത്, കാരണം നമുക്കൊരു പ്രത്യേക ഫീൽ അത് തരുന്നത്. പിന്നെ ജീപ്പിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈവർ നമ്മളോട് പറയുന്നത് അവിടെ നമ്മൾ ജീപ്പ് ഇറങ്ങിയതിന് ശേഷം 1.5 മണിക്കൂറാണ് നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ സമയം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റിംഗ് ചാർജ് കൊടുത്താൽ മതി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളും പിന്നെ മറ്റൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അവർ റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങളെ അറിയിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചത് കുറച്ച് ലേറ്റ് ആയെങ്കിൽ പോലും വെയിറ്റിംഗ് ചാർജ് കൊടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും അവരെക്കാളും ഞങ്ങൾ ലേറ്റായാലും വെയിറ്റിംഗ് ചാർജ് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ വണ്ടി കയറ്റിയ ഡ്രൈവർ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ എന്താ ഇത്ര ലേറ്റായി എന്നുള്ള രീതിയിൽ ഞങ്ങളോട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു. അപ്പം നിങ്ങൾ പോകുമ്പോഴാണെങ്കിലും നമ്മൾ കൂടെ ഉള്ള ഫാമിലിയുടെ ടൈമിംഗ് കൂടെ അനുസരിച്ച് പോകുക. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ വണ്ടി അവിടുന്ന് റെൻറ്റിനെടുത്ത് പോകുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇത്രയും ദൂരെ നിന്ന് അവിടെ ചെല്ലുന്നതാണ്. അപ്പോൾ നമുക്ക് കുറേ ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ റെൻറ്റിനെടുത്ത് പോകുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ ഞങ്ങൾ പോയ ടൈമെന്ന് പറയുന്നത് കുറച്ച് ചൂടൊക്കെ ഉള്ള ടൈമിലാണ് പോയത്. നമ്മൾ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് വേണം കേട്ടോ പോകാനായിട്ട്, കാരണം നല്ല പൊടിയാണ്. ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ പ്രായം ആയിട്ടുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ജീപ്പിൽ യാത്ര ചെയ്യാനായിട്ട്. മൂകാംബികയിൽ നിന്ന് കുടജാദ്രിയിലേക്കുള്ള ജീപ്പ് സർവീസ് ഏകദേശം 2:30 വരെ ഉള്ളൂ എന്നാണ് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. കാരണം തിരിച്ചു വരുമ്പോഴേക്കും ചെക്ക് പോസ്റ്റ് അടയ്ക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഇനി തൊഴുതിട്ടാണ് മുകളിലേക്ക് കയറി പോകുന്നത്. കാരണം സർവജ്ഞപീഠത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ല, ഇവിടെ നിന്ന് തന്നെ നമ്മൾ കയറണം. അപ്പോൾ അതുപോലെ ഇവിടെ തൃശ്ശൂലം നമുക്ക് കാണാൻ പറ്റും. മൂകാസുരനെ ദേവി നിഗ്രഹിച്ച തൃശ്ശൂലമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 2400 വർഷം പഴക്കമുണ്ട്. ഇനി നമ്മൾ മുകളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ചെറിയ ഇടുങ്ങിയ വഴികളൊക്കെയാണ് മുകളിലേക്കുള്ളത്. പിന്നെ എന്താ പറയുക, ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ത്രില്ലിലാണ് ശരിക്കും. പിന്നെ നമുക്ക് മുകളിൽ വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. കുത്തനെയുള്ള കയറ്റമാണ്, നല്ല ചൂടാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അവിടെ എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമുക്കതൊന്നും അത്ര പ്രശ്നമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും നല്ല വ്യൂ ആണ് ഇവിടെ. പിന്നെ നമുക്ക് ഇതുപോലെ കണ്ടോ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്, ഇടയ്ക്കൊക്കെ നമുക്ക് ഇരിക്കാം. ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് കേട്ടോ. കണ്ടോ, ഇനിയുണ്ട്, കുറേ ദൂരമുണ്ട് മുകളിലേക്ക് ഇനി വീണ്ടും നടക്കാനായിട്ട്. നമ്മൾ ഏകദേശം അടുത്തെത്താറായി കേട്ടോ. സർവജ്ഞപീഠം കാണാം. കുറെ പേരൊക്കെ തൊഴുത് ഇറങ്ങുന്നുണ്ട്. ശരിക്കും ഒരു 1.5 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഇവിടം വരെ കയറാനായിട്ട് തന്നെ കേട്ടോ. ഇവിടെ വരുമ്പോഴുള്ള ഫീല് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയിക്കാൻ പറ്റില്ല കേട്ടോ. ശരിക്കും അത്
അനുഭവിച്ച് തന്നെ അറിയണം. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കാണാം. ഇതെങ്ങനെയാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല. കാരണം അത്രയും ഒരു നമുക്ക് മനസ്സിന് അത്രയും കുളിർമ തരുന്നൊരു ഫീൽ ഇവിടെ വരുമ്പോൾ. കാരണം ഇത്രയും ഞങ്ങൾ പോയത് നല്ല ചൂടുള്ള ടൈമാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. നമ്മൾ കയറ്റമുണ്ട് നല്ലപോലെ, എങ്കിൽ പോലും അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ് സത്യം. ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വകവയ്ക്കാതെ ഒത്തിരി പ്രായമായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ സർവജ്ഞ പീഠത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹമുണ്ട്. ഇവിടെയാണ് ശങ്കരാചാര്യർക്ക് ദേവി ദർശനം കൊടുത്തത്. താഴെ ക്ഷേത്രത്തിൽ നിന്നാണ് പൂജാരി എത്തി ഇവിടെ പൂജകളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ ഈ തപോഭൂമിയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ഇനി ഞങ്ങൾ സൗപർണിക നദിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ അതിനോട് ചേർന്നൊരു ഗണേശ ക്ഷേത്രമുണ്ട്. കാണുന്നതാണ് സൗപർണിക നദി. ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്നവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഡ്രസ്സ് മാറാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് ഈ നദിയിലേക്കുള്ള എൻട്രൻസ്. ഇത് ഉത്ഭവിക്കുന്ന കുടജാദ്രി മലമുകളിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് സസ്യജാലങ്ങളുടെ വേരുകളിലൂടെ കടന്നു വരുന്നതുകൊണ്ട് തന്നെ ഈ നദിയിലെ വെള്ളത്തിന് രോഗശാന്തിക്കുള്ള കഴിവ് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ സുപർണ എന്നു പേരുള്ള ഗരുഡൻ ഈ നദീതീരത്ത് തപസ് ചെയ്ത് മോക്ഷപ്രാപ്തി നേടുകയും ആ പേരിൽ നിന്നാണ് സൗപർണിക എന്ന പേര് ഈ നദിക്കുണ്ടായത് എന്നാണ് അറിയപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസികളുടെ ഒരു പുണ്യനദിയാണ് സൗപർണിക നദി. ഞങ്ങൾ വന്ന ടൈമിൽ വെള്ളമൊക്കെ തീരെ കുറവായിരുന്നു. ഇപ്പോൾ നദിയുടെ ഓപ്പോസിറ്റ് കാണാം, നല്ല വനമാണ്. ഒരുപാട് നല്ല തെളിഞ്ഞ വെള്ളമാണ്. വെള്ളത്തിന് ആഴം കുറവായിരുന്നു ഞങ്ങൾ വന്ന ടൈമിൽ, പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ പറ്റിയതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും വരണം. താങ്ക്സ് ഫോർ വാച്ചിങ്.